അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എത്ര പ്രാർത്ഥിച്ചിട്ടും അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല, എത്ര ദുആ ഇരുന്നിട്ടും അള്ളാഹു ദുആക്ക് ഉത്തരം നൽകുന്നില്ല എന്ന പരാതിയുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇതിൻ്റെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാത്തത് എന്നും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിലും അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവനാണ്. മുഅ്മിനിൻ്റെ ആയുധമാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിലൂടെയാണ് അള്ളാഹുവിലേക്ക് നമ്മളെല്ലാവരും എത്തുന്നത്. എന്നാൽ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ട മര്യാദകൾ പാലിച്ചിട്ടില്ല എങ്കിൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാനുള്ള സാധ്യത കുറയും. നമ്മൾ ഇന്ന് പറയുന്നത് ദുആ ഇരക്കുന്ന സമയത്ത് പാലിക്കേണ്ട 10 മര്യാദകൾ, 10 നിബന്ധനകളെക്കുറിച്ചാണ്. ഈ നിബന്ധനകളിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒഴിവാക്കുന്നതോടുകൂടെ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള സാധ്യത കുറയുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഈ വീഡിയോ കേട്ടത് മുതൽ ഏത് പ്രാർത്ഥനയാണെങ്കിലും, യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണെങ്കിലും ഖുർആനിൽ നിന്ന് കിട്ടിയതാണെങ്കിലും ആരെങ്കിലും പറഞ്ഞു തന്നതാണെങ്കിലും, ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിൻ്റെ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ അതിലുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇത് ഇല്ല എങ്കിൽ ചേർത്തുകൊണ്ടായിരിക്കണം നമ്മൾ ദുആ ഇരക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ അല്ലാഹു ഉത്തരം നൽകട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് വർഷങ്ങളായി, മാസങ്ങളായി, ആഴ്ചകളായി ഒരേ കാര്യം തന്നെ റബ്ബിനോട് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അല്ലാഹു സ്വീകരിക്കുന്നില്ല, ഉത്തരം നൽകുന്നില്ല എന്ന പരാതിയുള്ളവർ നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ടാകും. നമുക്കൊക്കെ പ്രശ്നങ്ങളുള്ളവരാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ എന്തെങ്കിലും കുറവുകളോ അപാകതകളോ ഉണ്ട് എങ്കിൽ അത് പരിഹരിച്ചുകൊണ്ടല്ലേ നമ്മൾ ദുആ ഇരക്കേണ്ടത്. അപ്പോഴല്ലേ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ശുറൂത്തു ഖബൂലി ദുആഇ, പ്രാർത്ഥന സ്വീകരിക്കാനുള്ള മര്യാദകൾ, നിബന്ധനകൾ, അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം അൽ ബദ്ഉ ബിൽ ഹംദി വസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അൽ ബദ്ഉ ബിൽ ഹംദി വസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് വേണ്ടി ഹംദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും പറഞ്ഞതിന് ശേഷമേ നമ്മുടെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാവൂ. എങ്കിലേ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഹംദും സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് വരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഹംദും സ്വലാത്തും ഇല്ല എങ്കിൽ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിങ്ങനെയാണ്: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇത്ര പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇത് മാത്രം പറഞ്ഞാൽ തന്നെ ഹംദും സ്വലാത്തുമായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം അദ്ദുആഉ ബി അസ്മാഇല്ലാഹിൽ ഹുസ്ന. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പലതാണ്. ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ്. മക്കളുടെ കാര്യത്തിന് വേണ്ടി, രോഗത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി, ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടാൻ വേണ്ടി, ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾക്കിടയിലാണ് നമ്മൾ റബ്ബിനോട് കൈമലർത്തി ദുആ ഇരക്കുന്നത്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദുആഉ ബി അസ്മാഇല്ലാഹി തആല. അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നകൾ നമ്മൾ ചേർക്കണമെന്നതാണ്. അല്ലേ? അസ്മാ ഉൽ ഹുസ്ന, ഏത് കാര്യമാണോ നമ്മൾ ചോദിക്കുന്നത് ആ കാര്യത്തിനോട് യോജിച്ച അർത്ഥം വരുന്ന ഒരു പേര് ഏതാണെങ്കിലും നമ്മൾ യാ റഹ്മാൻ, യാ റഹീം, ഏതാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ആ പേര് നിർബന്ധമായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അത് വിളിച്ചായിരിക്കണം നമ്മൾ റബ്ബിനോട്, അള്ളാഹുവിൻ്റെ മനോഹരമായ പേരുകൾ വിളിച്ചായിരിക്കണം റബ്ബിനോട് നമ്മൾ ദുആ ഇരക്കേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം അൽ യഖീനു ബിൽ ഇജാബ. അള്ളാഹു ഉത്തരം തരുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. 1000 തവണ നമ്മൾ ദുആ ചെയ്തു, അപ്പം ഇങ്ങനെ 1000ത്തിൻ്റെ അടുക്കൊക്കെ എത്തുമ്പോഴേക്ക് നമ്മുടെ ആ ഒരു താല്പര്യം പോയിട്ടുണ്ടാവും. കുറേ ദുആ ചെയ്തു, പടച്ചോനൊന്നും സ്വീകരിക്കുന്നില്ല, ഞാൻ വർഷങ്ങളായി, മാസങ്ങളായി. അപ്പോൾ നമ്മളൊരു 10 തവണ ദുആ ഇരിക്കുമ്പോഴേക്ക് നമുക്ക് മടുപ്പ് വരികയാണ്. എന്താ ഇപ്പം ഇങ്ങനെ കുറേ ദുആ ചെയ്യുന്നു, പടച്ചോനൊന്നും ഉത്തരം തരുന്നില്ല എന്ന ഒരു ചെറിയ ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പിന്നെ ഉത്തരമില്ലെന്നേ. പിന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. പിന്നെ എത്ര തവണ ദുആ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ടുമായില്ല. നമ്മൾ 1000 തവണ ദുആ ഇരുന്നാലും 1001 തവണ ദുആ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ചിന്ത റബ്ബൻ്റെ ദുആ സ്വീകരിക്കുമെന്ന് തന്നെയാണ്. അല്ലേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു ഹദീസുണ്ട്, ഉദ്ഉല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ഇരക്കണം, വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, അള്ളാഹു ദുആ സ്വീകരിക്കുമെന്നു പ്രതീക്ഷയിലോടുകൂടെ തന്നെ, ഉറപ്പോടുകൂടെ തന്നെ ആയിരിക്കണം നിങ്ങൾ ദുആ ഇരക്കേണ്ടത്. അപ്പോഴാണ് അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകുക. ഇനി 4-ാമത്തെ കാര്യം അത്തൊഹാറത്തു വൽ ഖുശൂഉ, ശുദ്ധി ഉണ്ടായിരിക്കണം എന്നതാണ്. എപ്പോഴും ദുആ ഇരക്കുമ്പോൾ വുളു ഉണ്ടായിരിക്കണം. ജനാബത്തുള്ളവരാണെങ്കിൽ കുളിച്ചിട്ട് വേണം ദുആ ഇരക്കാൻ. ദുആ ഇരക്കുന്ന സമയത്ത് നമുക്ക് വുളു ഉണ്ടായിരിക്കണം എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വൃത്തിയുടെ മതമാണ്, ശുദ്ധിയുടെ മതമാണ്. അതുകൊണ്ട് തന്നെ രാജാതിരാജനായ റബ്ബിൻ്റെ മുമ്പിൽ വുളുവോടുകൂടെ, ഭക്തിയോടുകൂടെ, ഭവ്യതയോടുകൂടെ ഇരിക്കുക എന്നത് തന്നെ റബ്ബിനെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ബഹുമാനിക്കപ്പെടുന്ന ഒരാളുടെ മുമ്പിലേക്ക് ചൊല്ലുമ്പോൾ നല്ല വൃത്തിയിൽ വസ്ത്രം ധരിച്ച് കുളിച്ച് അങ്ങനെയാണല്ലോ നമ്മൾ പോവുക. അപ്പോൾ നമ്മൾ റബ്ബിനോടൊരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ നല്ല രൂപത്തിൽ വസ്ത്രം ധരിച്ച് നന്നായി വുളു ഒക്കെ ചെയ്തിട്ട് വേണം റബ്ബിൻ്റെ മുമ്പിലേക്ക് പോകാൻ. വൽ ഖുശൂഅ, നല്ല ഭക്തി ഉണ്ടായിരിക്കണം, വിനയത്തോടുകൂടെ പടച്ചവൻ്റെ മുമ്പിൽ, റബ്ബിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈ രണ്ടും മലർത്തിയിട്ട്, പടച്ചവനെ എൻ്റെ മക്കളെ നന്നാക്കണേ അല്ലാ, കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ, അള്ളാഹുവേ എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ആഗ്രഹം? റബ്ബിനോട് നമ്മൾ എന്ത് പറയാനാണോ ദുആ ഇരക്കുന്നത്, അത് പറയുന്നതിൻ്റെ മുമ്പ് വിനയത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്നായിരിക്കണം നമ്മൾ പറയേണ്ടത്. ഒരല്പം പോലും മനസ്സിൻ്റെ ഉള്ളിൽ വിനയം കുറഞ്ഞു പോകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ദുആ ഇരക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ കുറേ ദുആ ചെയ്തു എന്നതുകൊണ്ടായില്ല. ദുആ ചെയ്യേണ്ട മര്യാദകളും നമ്മൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാൻ, അള്ളാഹുവിനോട് ദുആ ഇരക്കേണ്ടത് ഭക്തിയോടും ഭയത്തോടും വിനയത്തോടും കൂടെ ആവണം. അപ്പോഴാണ് രാജാവാണ് അള്ളാഹു. അത് നമ്മുടെ ഈ നാട്ടിലെ രാജാവോ മന്ത്രിയോ അല്ല, ഈ ലോകം മുഴുവനും അടക്കി വടിക്കുന്ന രാജാതിരാജനായ റബ്ബിൻ്റെ പ്രജകളാകുന്ന നാം റബ്ബിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ താണ് കേണ് വിനയാന്യുതനായിട്ട് വേണം ഒരു കാര്യം ആവശ്യപ്പെടാൻ. ഇനി 5-ാമത്തെ കാര്യം അശ്ശുക്റു നിഅം, അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയുണ്ടായിരിക്കണം എന്നതാണ്. ല ഇൻ ശകർതും ല അസീദന്നകും, പടച്ചോനോട് നമ്മളിങ്ങനെ അവലാതി പറയാണ്, പടച്ചോനെ എൻ്റെ കച്ചവടത്തിൽ ബുദ്ധിമുട്ടാണ്, കടങ്ങളാണ്, മക്കളെ കൊണ്ട് പ്രയാസമാണ് എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ എന്തെങ്കിലും റബ്ബിനോട് ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ പടച്ചോൻ നമുക്ക് കച്ചവടം തന്നില്ലേ, മക്കൾ നന്നാവണമെന്ന് പറയുമ്പോൾ പടച്ചവൻ നമുക്ക് മക്കളെ തന്നില്ലേ. ഇങ്ങനെ തന്ന കാര്യങ്ങളിൽ നന്ദിയും ഉണ്ടായിരിക്കണം. അൽഹംദുലില്ലാ റബ്ബേ, എനിക്ക് നീ മക്കളെ തന്നു, ആ മക്കളെ നന്നാക്കി തരണേ അല്ലാ. പടച്ചവനെ നല്ല കച്ചവടം തന്നു, കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ദുആ ഇരക്കുന്നതിൻ്റെ മുമ്പ് റബ്ബ് നൽകിയ കാര്യങ്ങളിൽ നന്ദി ഉണ്ടായിരിക്കണം. ല ഇൻ ശകർതും ല അസീദന്നകും. ഇനി അടുത്തത് അത്തവസ്സുലു ബിൽ അഅമാലി സ്വാലിഹ, നന്മകൾ കൊണ്ട് തവസ്സുൽ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ദുആ ഇരക്കേണ്ടത്. പ്രാർത്ഥിക്കുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, ഒരു 100 സ്വലാത്ത്, അല്ലെങ്കിൽ ഒരു സൂറത്തുൽ ഫാത്തിഹ, ഒരു മുഅവ്വിദതൈനി, അല്ലെങ്കിൽ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ്, യാസീന്, അങ്ങനെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അറിയുന്നതോ മനപ്പാടമുള്ളതോ ഇല്ലാത്തതോ ആവട്ടെ, എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കണം റബ്ബിനോട് ദുആ ഇരക്കേണ്ടത്, അല്ലേ? അതാണ് തവസ്സുലു ബിൽ അഅമാലി സ്വാലിഹ. പടച്ചോനെ, ഞാൻ ചൊല്ലിയ സ്വലാത്തുകളെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഞാൻ ഓതിയ യാസീൻ സൂറത്തിനെ മുൻനിർത്തി നിന്നോട് ചോദിക്കുകയാണ്, പടച്ചോനെ എൻ്റെ ആഗ്രഹം നേടിത്തരണേ അല്ലാ എന്ന് പറയുക. ഇനി 7-ാമത്തെ കാര്യം ഹുസ്നുൽ ദന്നി ബില്ലാഹ്, അള്ളാഹുവിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരിക്കണം, അല്ലേ? അള്ളാഹു നൽകും എന്നുള്ള ധാരണ ഉണ്ടായിരിക്കാം. പടച്ചോന് എൻ്റെ അപ്പുറത്തോന് കൊടുത്തു, അയൽവാസിക്ക് കൊടുത്തു, ജ്യേഷ്ഠന് കൊടുത്തു, അനുജന് കൊടുത്തു, എനിക്ക് അള്ളാഹു ഒന്നും തന്നില്ല, ഇനി തരുമെന്നും തോന്നുന്നില്ല. ഇങ്ങനെ റബ്ബിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഇല്ല എങ്കിൽ, റബ്ബ് നീതിമാനാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലില്ല എങ്കിൽ, റബ്ബ് ക്രൂരനാണ് എന്ന ചിന്ത മാത്രമാണ് നമ്മുടെ മനസ്സിലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഇനി 8-ാമത്തെ കാര്യം തുർക്കു ദുആഇ ബിൽ ഇസ്മി, കുറ്റങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. പടച്ചോനെ ഓനെ നശിപ്പിക്കണേ അല്ലാ, അവൻ്റെ സമ്പത്ത് ഇല്ലാതാക്കണേ അല്ലാ, അവൻ്റെ കാർ എവിടെയെങ്കിലും പോയി ആക്സിഡൻ്റ് ആവണേ അല്ലാ, അവൻ്റെ വീട് തകർന്നു പോണേ അല്ലാ, അവൻ്റെ കച്ചവടം തകർന്നു പോണേ അല്ലാ, പടച്ചവനെ അവനെ മരിപ്പിക്കണേ അല്ലാ. ഇങ്ങനെ മറ്റൊരാൾക്ക് നാശം വരാൻ വേണ്ടി ദുആ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹറാമായൊരു ബിസിനസ് ഉണ്ട്,
പലിശയുമായി ബന്ധപ്പെട്ടൊരു ബിസിനസ്സുണ്ട്, അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ടൊരു ബിസിനസ്സുണ്ട്, അതിനു വേണ്ടിയിട്ട് പടച്ചോനെ എൻ്റെ കള്ള് കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഇത് പറയുന്നതോടുകൂടി അവൻ്റെ പ്രാർത്ഥന തന്നെ അല്ലാഹു സ്വീകരിക്കാതെ ആവും, അവൻ്റെ ഒരു പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കാതെ ആവും. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്നതോ അല്ലെങ്കിൽ ഹറാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യവുമായി നമ്മൾ അല്ലാഹുവിനോട് ദുആ ഇരുന്നാൽ അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകളൊന്നും സ്വീകരിക്കുകയില്ല. ഇനി 9ാമത്തെ കാര്യം, അദ്ദുആഉ ലിൽ ആഖരീന അവ്വലൻ. നമ്മൾ ദുആ ഇരക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ആദ്യം ദുആ ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ റബ്ബിനോട് എൻ്റെ കച്ചവടം ശരിയാവാൻ, അതിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. കച്ചവടം കുറവാണ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് പടച്ചോനേ എൻ്റെ അനുജൻ്റെ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, എൻ്റെ അയൽവാസിയുടെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. എന്നിട്ടാണ് പറയേണ്ടത് പടച്ചോനെ എൻ്റെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ആദ്യം ദുആയിരക്കണം. മക്കൾക്ക് വേണ്ടി ദുആയിരക്കും, പടച്ചോനെ എൻ്റെ അയൽവാസിയുടെ മക്കളെ നന്നാക്കണേ അല്ലാ, എൻ്റെ ജ്യേഷ്ഠത്തിയുടെ, എൻ്റെ അനുജത്തിയുടെ, എൻ്റെ ജ്യേഷ്ഠൻ്റെ അനുജൻ്റെ മക്കളെ നന്നാക്കണേ അല്ലാ. എന്നിട്ടായിരിക്കണം നമ്മൾ നമുക്ക് വേണ്ടി ദുആയിരക്കേണ്ടത്. അല്ലാഹു റസൂൽ പറയുന്നൊരു പ്രാർത്ഥന, ഒരു ഹദീസുണ്ട്, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ബിളഹ്രിൽ ഗൈബി മുസ്തജാബത്തുൻ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ അഭാവത്തിൽ അവന് വേണ്ടി ദുആയിരുന്ന് കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകും. അപ്പോൾ നമ്മുടെ ആവശ്യം നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് എങ്കിൽ ആ ആദ്യത്തെ പ്രാർത്ഥന ദുആക്ക് ഉത്തരമുള്ള പ്രാർത്ഥനയാണ്. അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കും. ഇനി 10ാമത്തെ കാര്യം, അൽ ഖിതാമു ബിൽ ഹംദി വസ്സലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ തുടങ്ങിയതുപോലെ തന്നെ നമ്മൾ ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടുമായിരിക്കണം പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണോ തുടങ്ങിയത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥന. ഇവിടെ നമ്മളിപ്പോൾ ദുആ അവസാനിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ഹംദും സ്വലാത്തോടുകൂടെ നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. ഈ പറയപ്പെട്ട 10ഓളം നിബന്ധനകൾ, മര്യാദകൾ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. വർഷങ്ങളായി, മാസങ്ങളായി, ഒരുപാട് കാലമായി ഒരേ കാര്യം തന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ടതിൽ ഏതെങ്കിലും നമ്മൾ ദുആ ഇരക്കാറുണ്ടായിരിക്കുകയില്ല, ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ചേർത്തുകൊണ്ട്, വളരെ സിമ്പിളല്ലേ, ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് തരട്ടെ. നമ്മുടെ ജീവിതം ബറക്കത്തുള്ളതാക്കട്ടെ തരട്ടെ. ഈമാനോടുകൂടെ മരിച്ചു നാളെ പാരത്രിക ലോകത്തെ വിജയികൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.